ഹലോ, ഇന്നിപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ബസ്സിൽ വെച്ച് നല്ലൊരു ഉറക്കം പാസ്സാക്കിയത് കൊണ്ടാന്ന് തോന്നുന്നു. 1 മണിക്കൂർ ബസ് യാത്ര ഉണ്ടല്ലോ, അപ്പോൾ നല്ല സുഖമായിട്ട് ബസ്സിൽ തന്നെ കിടന്നുറങ്ങാം, കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങാം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ ബിജുവിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്, എന്താ കഴിക്കാൻ വേണ്ടത്. അപ്പോഴൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് അവനും പറയും നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയോ. അപ്പോൾ ഞാൻ പറയും എന്നാൽ ശരി നമുക്ക് ചപ്പാത്തിയും പനീർ കറിയും ഉണ്ടാക്കാമെന്ന് പറയും. എല്ലാ ദിവസവും ഞാൻ പറയും, പക്ഷെ ഞാൻ ഉണ്ടാക്കില്ല. എന്തെങ്കിലും ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിക്കും, കുറച്ച് ദിവസമായി പറയുന്നുണ്ട് ചപ്പാത്തിയും പനീർ കറിയുടെ കാര്യം, ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്നിപ്പോൾ എന്തായാലും ചപ്പാത്തിയും പനീർ കറി ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കാര്യമെന്ന് വിചാരിച്ച് ഞാൻ എന്താ പറയുക ചപ്പാത്തിയും പനീർ കറി ഉണ്ടാക്കാൻ കയറി. പനീർ കറി എന്ന് പറയുന്നത് നമ്മുടെ പനീർ ബട്ടർ മസാലയാണ്. അതിന് എന്താ പറയുക ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ തിന്ന് അവസാനം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് അവസാനം കഴിക്കാൻ സമയമാകുമ്പോൾ വയറങ്ങ് ഫുള്ളായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണവൻ വന്നു. അവനുള്ള ചായയും പിന്നെ പുള്ളിക്കാരൻ ക്രീം ബണ്ണൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അതൊക്കെ കൊടുത്തങ്ങ് സൈഡാക്കി. പിന്നെ പനീർ ബട്ടർ മസാലയിൽ ഈ സാധനം കസ്തൂരി മെട്ടി ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം. എന്തോ ഞാൻ ഉണ്ടാക്കിയത് പനീർ ബട്ടർ മസാല തന്നെയാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്കപ്പോൾ വരും. പിന്നെ ഇത് കണ്ടോ, കുറേ നാളായി ചപ്പാത്തി പരത്തിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എൻ്റെ ചപ്പാത്തിയുടെ അവസ്ഥയാണ് ഷഡ്ഡി ഉണക്കം ഇട്ടതുപോലെ ഇല്ലേ ഗേയ്സ്. അങ്ങനെ കഴിക്കാനുള്ള സമയം ഇതാണ് എൻ്റെ പനീർ ബട്ടർ മസാല. നല്ല രസമുണ്ടല്ലേ. പിന്നെ ഞാൻ ഈ ചപ്പാത്തിയും പനീർ ബട്ടർ മസാല നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ഉണക്ക ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയാണ് ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ശരി, ബായ്.